Hi friends, welcome back to our channel Hexcent Private Limited. സോ പൈത്തൺ ജാങ്കോ ഫ്രെയിംവർക്കിലുള്ള ഒരു പ്രോജക്ട് സീരീസ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അഡ്മിൻ സൈഡിൽ നിന്ന് ഒരു ഡാറ്റ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്നത്. അത് എങ്ങനെ ആഡ് ചെയ്യാം, അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒന്നും നോക്കിയിരുന്നില്ല. സോ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അതിന്റെ ഫംഗ്ഷൻസ് വരുന്നത്, അതിനെ എങ്ങനെ നമ്മുടെ യൂസർ ഇന്റർഫേസിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് കോഡിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിനായിട്ട്, അതായത് അഡ്മിൻ ഇന്റർഫേസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ കണ്ടിരുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ ആഡ് ചെയ്യുന്ന ഡേറ്റ നമുക്ക് നമ്മുടെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള HTML ടെംപ്ലേറ്റിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ബൂട്ട്സ്ട്രാപ്പിലെ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണന്റ് യൂസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് ടൈപ്പിലാണ് നമ്മുടെ ഈവൻസ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ഒരു കാർഡിന്റെ കോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലാണ് നമ്മൾ അഡ്മിൻ സൈഡിൽ നിന്നുള്ള ഡേറ്റനെ റീഡ് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ അവിടുന്ന് ഡേറ്റ പുള്ള് ചെയ്യേണ്ടത് ഇവിടേക്കാണ്. അപ്പം അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ആദ്യം തന്നെ നമ്മുടെ പ്രോജക്റ്റിന്റെ സെറ്റിംഗ്സിൽ വന്നിട്ട് നമുക്കിവിടെ മീഡിയ റൂട്ട് കൊടുക്കാം. ബിക്കോസ് നമ്മൾ ഓർക്കുന്നുണ്ടാവും, മോഡൽസിൽ നമ്മൾ ഇമേജ് ഫീൽഡിൽ നമ്മൾ അപ്ലോഡ് ടു പിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റിംഗ്സിൽ ഇവിടെ ഒരു കാര്യം കോൺഫിഗർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളവിടെ മീഡിയ റൂട്ട് ആണ്, ഇവിടെ സ്റ്റാറ്റിക് QRലൊക്കെ കൊടുത്തേക്കുന്ന പോലെ തന്നെ മീഡിയ കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. മീഡിയ റൂട്ട് ഈസ് ഈക്വൽ ടു base dir / നമ്മൾ എന്താണ് അവിടെ നെയിം കൊടുത്തേക്കുന്നത്, നമ്മൾ പിക്ക് എന്നായിരുന്നു കൊടുത്തിരുന്നത്. നമുക്ക് അതൊന്ന് കൊടുക്കാം. ആ നെയിം അങ്ങനെ തന്നെ കൊടുക്കാം. ഈ ഡയറക്ടറിയിൽ പിക്ക് എന്ന് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമുക്കൊരു മീഡിയ URL കൊടുക്കാം. നമുക്ക് ഈ മീഡിയനെ ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക് ഫയൽസ് ഒക്കെ സെർവ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ സ്റ്റാറ്റിക് URL കൊടുത്തേക്കുന്ന പോലെ തന്നെ. സോ നമുക്ക് /media/ ഒക്കെ കൊടുക്കാം. സോറി, ഓക്കെ, ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഇമേജസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനായിട്ട് ഞാൻ പ്രോജക്റ്റിന്റെ URLസിൽ വന്നിട്ട് ഈ ലിസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് വെളിയിലായിട്ട് പ്ലസ് സ്റ്റാറ്റിക് സെറ്റിംഗ്സ് ഡോട്ട് മീഡിയ അണ്ടർസ്കോർ URL കോമ ഡോക്യുമെന്റ് അണ്ടർസ്കോർ root equals settings dot media underscore root. ഇത്രയും കൊടുക്കണം. ഇത് ഇങ്ങനെ തന്നെ കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇമേജസിനെ അവിടെ ഡിസ്പ്ലേ ആവുള്ളൂ. അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് from Django.conf import സെറ്റിംഗ്സിനെ സോറി അടുത്തതായിട്ട് നമുക്ക് സ്റ്റാറ്റിക്കിനെ ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം Django.conf.urls.static import static. conf.urls.static import static. ഓക്കെ, നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് കോൺഫിഗറേഷനും കൂടി ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ അഡ്മിൻ സൈഡിൽ നിന്നുള്ള ഇമേജിനെ നമ്മുടെ യൂസർ ഇന്റർഫേസിൽ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക്
അഡ്മിൻ സൈഡിൽ ഡേറ്റ ആഡ് ചെയ്ത് അവിടുന്ന് നമുക്ക് പുൾ ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് അത് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യാൻ പോവാണ്. അപ്പം അതിനായിട്ട് നമ്മുടെ views.py വന്നിട്ട് നമുക്ക് events എന്നുള്ള ഫംഗ്ഷനിലാണ്, അതായത് events.html നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്. സോ ഞാൻ events എന്നുള്ള ഫംഗ്ഷനിൽ വരുന്നു. ഇവിടെ ഞാനൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാണ്. dict_eve എന്ന ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ഈ ഡിക്ഷണറിയിൽ നമുക്കൊരു കീ ആവശ്യമുണ്ട്. ഡിക്ഷണറിയിൽ എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കീ വേണം. സോ ഞാൻ eve എന്ന് കൊടുക്കുന്നു. eve എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇതിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഡലിലുള്ള എല്ലാ ഒബ്ജക്ട്സിനെയുമാണ്. അതായത് മോഡലിലുള്ള ഒബ്ജക്ട്സിനെയാണ് എനിക്ക് എന്റെ HTML ഫയലിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ ഞാൻ ആ ഒബ്ജക്ട്സിനെ ഒരു ഡിക്ഷണറി ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ആ ഡിക്ഷണറിനെയാണ് HTML ഫയലിലേക്ക് പാസ് ചെയ്യുന്നത്. അവിടെ എങ്ങനെ അതിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം എന്നുള്ള കാര്യം അവിടെ പോയി നോക്കാം. സോ നമുക്ക് ആദ്യം ഇവിടുത്തെ ഫംഗ്ഷൻ എഴുതാം. സോ ഞാൻ ഇതിലേക്ക് എന്റെ മോഡലിലുള്ള, അതായത് ഈവന്റ് എന്നാണ് എന്റെ മോഡലിന്റെ നെയിം. ഈവന്റ് ഡോട്ട് objects.all എന്റെ മോഡലിലുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും ഞാൻ അതിലേക്ക് സ്റ്റോർ ചെയ്തു. ഞാൻ ആ ഈവന്റിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് ഇവന്റിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്തു. ഇനി ഞാൻ ഈ ഡിക്ഷണറിനെ എന്റെ HTML ഫയലിലേക്ക് പാസ് ചെയ്യുന്നു. dict_eve ഇങ്ങനെയാണ് എന്റെ ഡിക്ഷണറിയുടെ നെയിം വരുന്നത്. ഓക്കെ, ഞാൻ എന്റെ വ്യൂസും സെറ്റ് ചെയ്തിട്ടുണ്ട്. വ്യൂസിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഡിക്ഷണറിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അതിലെ ഒബ്ജക്ട്സിനെ എടുത്തിട്ട് ആ ഡിക്ഷണറിയിൽ ഒരു കീയിലേക്ക് എന്റെ മോഡലിലുള്ള ഈവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിലുള്ള എല്ലാ ഒബ്ജക്ട്സുകളെയും സ്റ്റോർ ചെയ്ത് വെച്ചു. അതിനുശേഷം ആ ഡിക്ഷണറിയെ HTML ഫയലിലേക്ക് പാസ് ചെയ്യിപ്പിച്ചു. ഇനി നമുക്ക് നമ്മുടെ HTML ഫയലിലേക്ക് വരാം. ഇവിടെ നമ്മുടെ HTML ഫയലിലേക്ക് വന്നാൽ നമുക്കറിയാം നമ്മളൊരു കാർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാർഡിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റാറ്റിക് ലോഡ് ചെയ്ത് കൊടുത്തേക്കുന്ന അഡ്രസ്സ് മാറ്റി, അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്ത അതേ ഫോർമാറ്റ്, ആ ഫോർമാറ്റിനുള്ളിൽ നമ്മൾ അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പോകുന്നത് ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ്. നമ്മളൊരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡിക്ഷണറിയിലാണ് നമ്മുടെ കണ്ടന്റ് ഇപ്പൊ ഇരിക്കുന്നത്, അതായത് ഒബ്ജക്റ്റുകൾ ഇപ്പൊ ഇരിക്കുന്നത്. ആ ഒബ്ജക്ട്സിനെ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോർ ലൂപ്പ് ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഫോർ ലൂപ്പ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കാർഡിനാണ് ഒരു കാർഡ് മതിയാവും. അപ്പൊ നമുക്ക് ഈ ഒരു കാർഡിന് ഫോർ ലൂപ്പ് കൊടുക്കാം. ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം ഫോർമാറ്റ് ആണ് ഫോർ ഐ ഇൻ. എന്റെ ഒബ്ജക്ട്സ് ഇരിക്കുന്നത് ഈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിക്ഷണറിയുടെ, അതായത് ഡിക്റ്റ് ഈവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിക്ഷണറിയുടെ ഈവ് എന്ന് പറഞ്ഞിട്ടുള്ള കീയിലാണ് ഒബ്ജക്ട്സ് ഇരിക്കുന്നത്. സോ ഞാൻ അതിനെ എടുക്കുന്നു, ഫോർ ഐ ഇൻ ഈവ്. അതിനുശേഷം ഞാൻ ആ ഈവിൽ നിന്നും ഐട്രേറ്റിംഗ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഓരോ ഫീൽഡുകളെ ആയിട്ട് ഐട്രേറ്റ് ചെയ്തെടുക്കുകയാണ്. i.img. ഈ img എന്ന് പറയുന്നത് നമ്മുടെ മോഡലിലെ ഫീൽഡ് നെയിം ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. മോഡലിലെ img എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ് നെയിം ആണ് ഞാൻ അവിടെ img എന്ന് കൊടുത്തിട്ടുള്ളത്. സോ i.img.image ആയതുകൊണ്ട് .url എന്നുകൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഞാൻ മോഡലിൽ കൊടുത്തിരിക്കുന്ന ഫീൽഡ് നെയിം എന്ന് പറയുന്നത് നെയിം എന്നാണ്. സോ ഞാൻ i.name എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇത് i.disk ആണ് കൊടുക്കേണ്ടത്. അതായത് ഞാൻ DESC എന്നാണ് ഫീൽഡ് നെയിം കൊടുത്തേക്കുന്നത്, i.dsc. ഇമേജിന് മാത്രം നമ്മൾ URL എന്ന് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഐട്രേറ്റിംഗ് വേരിയബിൾ വെച്ച് ഇത്തരത്തിൽ വിളിച്ചു. അതിനുശേഷം നമുക്ക് ഈ ഫോർ ലൂപ്പിനെ ഒന്ന് എൻഡ് ചെയ്യിപ്പിക്കാം. എൻഡ് ഫോർ കൊടുക്കാം. ഈ രീതിയിലാണ് എൻഡ് ഫോർ കൊടുക്കുന്നത്. നമ്മൾ എൻഡ് ഫോർ കൊടുത്തു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇത്രയും നോക്കിയത്. ഇതുവരെ നോക്കിയതെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് ആഡ് ചെയ്യുന്ന ഡാറ്റാബേസിൽ അല്ലെങ്കിൽ അഡ്മിൻ സൈഡിൽ കൊടുക്കണ ഡേറ്റേനെ നമ്മുടെ യൂസർ ഇന്റർഫേസിലേക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി, റീഡ് ചെയ്യിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ മോഡലിലുള്ള എല്ലാ ഒബ്ജക്ട്സുകളെയും
ഒരു ഡിക്ഷണറിയിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ ഡിക്ഷണറിനെ അതിനുശേഷം HTML ഫയലിലേക്ക് പാസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ ഡിക്ഷണറിയുടെ കീ നെയിം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കീ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഓരോ ഒബ്ജക്റ്റുകളെ ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഫീൽഡുകളെ ആയിട്ട് ഇവിടെ ഐട്രേറ്റ് ചെയ്ത് ലൂപ്പിലിട്ട് ഐട്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാർഡ് തൽക്കാലം ഒന്ന് കമന്റ് ചെയ്ത് വെക്കാം. ഇത്രയാണ് ബാക്കിയുള്ളത്. അതൊന്ന് കമന്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ശേഷം നമ്മുടെ പ്രോജക്റ്റ് നമുക്കൊന്ന് റൺ ചെയ്യാം. env1/scripts/activate 3d event pr manage.py run server. നമ്മളിനി ഇവിടെ അഡ്മിൻ സൈഡിൽ നിന്ന് നമുക്ക് ഡേറ്റ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ അഡ്മിൻ സൈഡിലേക്ക് പോകുന്നു. ഇവിടെ വന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്റ്റാറ്റിക് ഫോൾഡറിനുള്ളിൽ നമുക്ക് ഇമേജസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ event1 എന്ന് തന്നെ പേര് കൊടുക്കുന്നു. ഡിസ്ക്രിപ്ഷൻ ലൈക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യുവർ ഈവൻറ്റ്സ് എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് നമ്മുടെ സൈറ്റിൽ വന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കിയാൽ നമുക്ക് നമ്മളിപ്പോ അഡ്മിൻ സൈഡിൽ നിന്ന് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു കണ്ടന്റ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആയതായിട്ട് കാണാം. നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യിച്ചത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കുറച്ച് ഈവൻറ്റ്സ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വീണ്ടും അഡ്മിൻ പേജിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. event2 സേവ് ചെയ്യുന്നു. നമ്മൾ തൽക്കാലം 4 ഈവൻറ്റ്സ് 4 ഒബ്ജക്ട്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. നമ്മുടെ 4 ഒബ്ജക്ട്സുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാല് ഒബ്ജക്റ്റുകൾ ഇവിടെയും ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സൈസ് ഒന്ന് വലുതാക്കി നോക്കാം. ഒരു 18 കിടക്കുന്നത്. നമുക്കൊരു 20 ആക്കി നോക്കാം. കുറച്ചുകൂടി $25 ആക്കാം. വിത്ത് തന്നെ. അതിനുശേഷം നമുക്ക് ഒരെണ്ണം കൂടി ആഡ് ചെയ്യാം. ഒരു ഒന്നത്തിനുള്ള സ്ലോട്ട് കൂടി ഉണ്ട്. അപ്പൊ ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് കിടക്കും. നമുക്ക് event5 നമുക്ക് ഇത്തരത്തില് കിട്ടിയിട്ടുണ്ട്.
ഇങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡേറ്റാബേസിൽ ഇരുന്ന ആ ഒരു കണ്ടന്റിനെ നമ്മൾ നമ്മുടെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള HTML ടെംപ്ലേറ്റിലേക്ക് നമ്മൾ പുള്ള് ചെയ്ത് അല്ലെങ്കിൽ ഡേറ്റേനെ റീഡ് ചെയ്ത് എടുത്തേക്കാണ് ചെയ്തേക്കുന്നത്. അത് എങ്ങനെയായിരുന്നു എന്നുള്ള സ്റ്റെപ്സ് നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. മുമ്പ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ കൊടുത്ത ഒബ്ജക്റ്റുകളാണിത്. ഈ ഒരു ലിങ്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഇമേജ് കിട്ടുന്നുണ്ട്. ആ ഒരു ഇമേജ് ഇങ്ങനെയാണ് നമുക്ക് സ്റ്റോർ ആവുന്നത്. നമ്മൾ പിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ടു എന്ന് പറഞ്ഞു കൊടുത്ത ആ ഒരു ഫോൾഡറിലേക്കാണ് അത് സ്റ്റോർ ആവുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ എങ്ങനെ ഡേറ്റയെ റീഡ് ചെയ്യാം എന്ന കാര്യമാണ് അഡ്മിൻ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഡേറ്റാബേസിലുള്ള ഒരു ഡേറ്റേനെ നമ്മൾ എങ്ങനെ റീഡ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. അതിന്റെ വ്യൂസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ അതിലെ മോഡലിലുള്ള ഒബ്ജക്ട്സിനെ ഒരു ഡിക്ഷണറിയിലേക്ക് സ്റ്റോർ ചെയ്ത് ഡിക്ഷണറിനെ HTML ഫയലിലേക്ക് പാസ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മുടെ HTML ഫയലിൽ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിലെ ഒബ്ജക്ട്സുകളെ മോഡലിന്റെ ഫീൽഡ് നെയിം വെച്ചിട്ട് ഐട്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് ചോദിക്കുക. അതേപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.